മക്കളെ എന്താ പരിപാടി കുറുക്കോളി നിങ്ങൾ കുറുക്കോളിന്റെ ആൾക്കാരാ ഞങ്ങള് കുറുക്കോളി ജയിച്ചോ ഉറപ്പാണ് അത് എത്ര ഉറപ്പ് നല്ല വികസനം നടത്തിയാണ് കഴിഞ്ഞ പ്രാവശ്യം നല്ല വികസനം നടത്തിക്കണേ അവിടെ കുറുക്കോളി ജയിച്ചോളൂ അതാണ് കാര്യം അപ്പൊ കുറുക്കോളി നോട്ടീസ് നോട്ടിക്കാണ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാണ്ട് കേട്ടോ അപ്പൊ പറയേ പിന്നെ UDF അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും UDF അധികാരത്തിൽ വന്നാൽ പെൻഷൻ 3000 ആയി വർദ്ധിപ്പിക്കും 3000 രൂപയായിട്ട് വർദ്ധിപ്പിക്കും അടുത്തത് വനിതാ പെൻഷന് 2000 രൂപയാക്കും 2000 രൂപ ആക്കും വനിതകൾക്കുള്ള പെൻഷൻ ഒരു കുടുംബത്തിന് 25 ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കും അതായത് ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപന്റെ ആരോഗ്യ ഇൻഷുറൻസ് കിട്ടുന്നർത്ഥം സ്ത്രീകൾക്ക് KSRTC ബസ്സില് സൗജന്യ യാത്ര സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ യാത്ര അവിടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഫ്രീ ആയിട്ട് അങ്ങനെ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പോക്കറ്റ് മണി 1000 രൂപ വിദ്യാർത്ഥികൾക്ക് അല്ലേ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും എന്തൊക്കെയാലും വിദ്യാർത്ഥികൾക്കായിട്ട് 1000 രൂപന്റെ പോക്കറ്റ് മണി കിട്ടൂല്ലേ പക്ഷേ അത് വലിയ സംഭവമാണല്ലേ വാഹനങ്ങൾ മോഡിഫൈ ചെയ്യാൻ അനുമതി ലഭിക്കും മോഡിഫൈ എന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കണോ ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ആശാവർക്കന്മാരുടെ അവരൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും അംഗനവാടി ടീച്ചർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും അംഗനവാടി ടീച്ചർമാരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അർത്ഥം അപ്പൊ ആ പ്രശ്നങ്ങൾ പരിഹരിക്കും PSCയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഈ PSC മനസ്സിലായി നമ്മള് എന്താ പറയാ ഈ ജോലിക്കൊക്കെ വേണ്ടി PSC ഇതെന്നൊക്കെ പറയില്ലേ ടീച്ചർ അങ്ങനെ പല അപ്പൊ എന്തായാലും എന്താ വെച്ചാൽ ഈ PSC എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് അതില് ചില ആളുകൾക്ക് മാത്രം അല്ലെങ്കിൽ എഴുതപ്പെടുന്ന അർഹരായിരിക്കുന്ന പലർക്കും ജോലി കിട്ടാത്ത കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് ഉദ്ദേശിച്ചത് റേഷന്റെ സംവിധാനമൊക്കെ മെച്ചപ്പെടുത്തും അതായത് റേഷൻ കടയിൽ പോയിട്ടുള്ള നമ്മളുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പരിഹരിക്കും എന്നാണ് പറഞ്ഞത് എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാവും എല്ലാം കൊണ്ട് മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യം ഉണ്ടാവും ഇപ്പത്തെ പോക്കൊന്നല്ല ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇപ്പൊ എന്താണ് വോട്ടർമാർ ചെയ്യേണ്ടത് UDFിനാണ് വോട്ട് ചെയ്യുക അത്രേ ഉള്ളൂ UDFിന് വോട്ട് ചെയ്യുക തിരൂരിനാണ് കുറുക്കോളി മൈദിന് അങ്ങനെ അതാത് സ്ഥലങ്ങളിലില്ലേ അതായത് ഇപ്പൊ കേരളത്തിൽ മൊത്തം അങ്ങനെ ഇലക്ഷൻ നടക്കുകയല്ല അപ്പൊ അതാത് സ്ഥലങ്ങളിൽ UDF ഒരുപാട് സ്ഥാനാർത്ഥിമാരെ നിർത്തിയിട്ടുണ്ട് ചിലടത്ത് കൈപ്പത്തി ചിഹ്നാണ് ചിലടത്ത് കോണി ചിഹ്നാണ് പല ചിഹ്നുണ്ടാവും എന്തായാലും UDFിന്റെ സ്ഥാനാർത്ഥിമാരെ വിജയിപ്പിച്ചാല് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ആനുകൂല്യങ്ങൾ അവരെ അധികാരത്തിൽ വന്നാൽ കിട്ടും എന്നാണ് പറഞ്ഞത് വലിയ സംഭവം തന്നെയാണ് അല്ലേ അപ്പൊ ഇനി എന്താണ് ഇപ്പൊ പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങളൊക്കെ കുട്ടികളാണല്ലോ ഉമ്മമാരൊക്കെ എന്താ പറയാനുള്ളത് എല്ലാരും UDFിന് വോട്ട് ചെയ്യാം അപ്പൊ ഉണ്ടാകാൻ പോണതാണ് ഞാൻ ഇപ്പൊ എല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് ഇനി എന്താണ് LDFിന്റെ ഇതേമാതിരിയുള്ള ജീവിതമാണോ വേണ്ടത് അതോ UDFിന് ഞങ്ങൾ പറഞ്ഞ ഈ ജീവിതം വേണ്ടേ സെലക്ട് ചെയ്യാം അത് ഒരാണ് സെലക്ട് ചെയ്തോട്ടെ അല്ലേ അപ്പൊ ഓക്കെ അപ്പൊ ഹായ് പറഞ്ഞോളൂ എല്ലാവരും